പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആദരണീയരായ സുഹൃത്തുക്കൾക്കും എൻ്റെ അഭിവാദ്യം. നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത ഫാദർ പോൾ തേലക്കാട്ട്, അതുപോലെ ഇവിടെ സംസാരിച്ച് ഇവിടെ നിന്ന് അത്യാവശ്യം കാരണം നമ്മളോട് ക്ഷമാപണം നടത്തി വിടവാങ്ങിപ്പോയ നമ്മുടെയൊക്കെ സുഹൃത്ത് ഓണംപള്ളി ഫൈസി ഉസ്താദ്, അതുപോലെ ഇനി എന്നെ തുടർന്ന് സംസാരിക്കാനിരിക്കുന്ന പ്രേംബാബു, എല്ലാവർക്കും എൻ്റെ അഭിവാദ്യം. നമ്മളിവിടെ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് 55 ദിവസം നീണ്ട ഒരു പ്രബോധനാത്മകമായ ഐക്യദാർഢ്യ പരിപാടി നടത്തി എന്നുള്ളത് യഥാർത്ഥത്തിൽ മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്നതിൻ്റെ വലിയൊരു ജീവിക്കുന്ന പ്രഖ്യാപനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സംഘാടകരെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. പക്ഷെ ഞാൻ ഈ ഫലസ്തീൻ വിഷയത്തെ എന്താണ് ഫലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും പറയാനല്ല ഇപ്പോൾ ഇവിടെ ശ്രമിക്കുന്നത്. അതൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അതിലിപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഫലസ്തീനോട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പുലർത്തിപ്പോന്നിരുന്ന നിലപാടിന് വന്ന മാറ്റം എന്തിൻ്റെ സൂചനയാണ് എന്ന് ചർച്ച ചെയ്യാതെ നമ്മൾ ഒരു അന്യദേശത്തിലുള്ള ഏതോ ഒരു ദുരന്ത സംഭവത്തോട് വളരെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാവുന്ന വിധത്തിൽ നമ്മളിവിടെ സുരക്ഷിതരാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അബദ്ധമായിരിക്കും, രാഷ്ട്രീയമായിട്ടുള്ള അബദ്ധമായിരിക്കും, അത് എല്ലാ അർത്ഥത്തിലുള്ള അബദ്ധമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു ഇന്ത്യ ഗവൺമെൻറ് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിലെ പൗരന്മാരാണ് ഫലസ്തീന് വേണ്ടി പ്രതിഷേധിക്കുന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്ന് ഓർമ്മിക്കും. എങ്ങനെയാണ് ഇവിടെ ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു ഗവൺമെൻറ് നിലവിൽ വന്നത്? അതിൻ്റെ സാംസ്കാരികമായ ഉത്തരവാദിത്തം ആർക്കാണ്? അതിൻ്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്കറിയാം, ഞാൻ 2 വ്യക്തിത്വങ്ങളെ ഓർമ്മിക്കുകയാണ്. ഒന്ന് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു നല്ല ഹിന്ദുവല്ല എന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ അത് പറയാൻ ആർക്കും ധൈര്യം വരാത്ത വിധത്തിൽ അദ്ദേഹം സ്വന്തം തൻ്റെ ഉള്ളിലെ ഹിന്ദുവിനെ അത്ര വിശാലമായ ഒരു ധാരണയോടുകൂടി പൊതുജന സമക്ഷം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ഗാന്ധിജിയുടെ ജീവിതത്തിൻ്റെ ഒരു ആവിഷ്കാരപരമായ പ്രത്യേകത എന്ന് പറയുന്നത്. ഗാന്ധിജി എന്താണ് ചെയ്തത്? ഒരു നല്ല ഹിന്ദുവിനെ പൊതുജന സമക്ഷം നന്നായി ആവിഷ്കരിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഗുജറാത്തിൽ നിന്നാണ് വന്നത്. ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് വന്ന വേറൊരാൾ നമ്മുടെ നാട് മുഴുവൻ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. മോദി കാ ഗ്യാരണ്ടി, അങ്ങനെയല്ലേ? അതാണ് ഭാഷ. എനിക്ക് ഹിന്ദി അത്ര അറിയാത്തതുകൊണ്ട് ഇയാളൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയായതുകൊണ്ട് അത് പഠിക്കാനൊരു താല്പര്യമില്ല. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വളരെ കുറച്ച് മാർക്കായിരുന്നു, പഠിക്കാതിരിക്കാൻ പറ്റില്ല. ആളിപ്പോൾ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ട് നാട്ടിൽ മുഴുവൻ അയാൾ എങ്ങനെയാണ് ഒരു മനുഷ്യന് ഏറ്റവും ചീത്ത ഹിന്ദു ആകാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു ഐക്കണിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുക. ഗാന്ധിജി മറിച്ചാണ്. രണ്ടാളും ഗുജറാത്തിൽ നിന്നാണ് വന്നത്. ഗാന്ധിജി ഏറ്റവും നല്ല ഹിന്ദു ആയിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ലോകസമക്ഷം ആവിഷ്കരിച്ച് തെളിയിച്ചു എന്നുള്ളതാണ് ഗാന്ധിജിയുടെ മഹത്വം എന്ന് പറയുന്നത്. അദ്ദേഹമാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിതാവ്. അപ്പോൾ ആ പിതാവിനെ മാറ്റൂ എന്നുള്ള കാര്യം നമുക്ക്
അറിഞ്ഞുകൂടാ. കാരണം തന്തയെ മാറ്റലാണ് ഫാഷിസത്തിൻ്റെ ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. അവർക്ക് ഓരോ നിമിഷത്തിലും ഓരോ തന്ത ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ പച്ചയ്ക്ക് പറയുന്നതുകൊണ്ട് ക്ഷമിക്കുക, കാരണം എനിക്ക് ഇത്രയൊക്കെയുള്ള സംസ്കാരമേ ഉള്ളൂ. അതാണ് എൻ്റെ പ്രശ്നം. അവരിങ്ങനെ ഓരോ നിമിഷവും അച്ഛനെ മാറ്റിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതിന് തെളിവ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ഈ ഇറച്ചി കഴിക്കുന്നതിൻ്റെ പേരിൽ മനുഷ്യൻ തല്ലിക്കൊല്ലപ്പെട്ടു. എവിടെ? ഉത്തർപ്രദേശിൽ മുഹമ്മദ് അഖ്ലാഖ്. ഞാൻ ഒരുപാട് പരിപാടിയിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇറച്ചി കഴിച്ചത് അന്നാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രതിഷേധ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഞാൻ ഒരിക്കലും കഴിച്ചിട്ടില്ല, അതിന് മുമ്പും കഴിച്ചിട്ടില്ല, ഇപ്പോഴും കഴിച്ചിട്ടില്ല. ആ പ്രതിഷേധ സമ്മേളനം അവിടെ നടത്തി. ഉത്തർപ്രദേശിൽ നടന്നു, പലയിടത്തും നടന്നു, ഇവിടെയും നടന്നു. പക്ഷേ ഇത് ഇറച്ചി കഴിച്ചതിൻ്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊന്ന അതേ ഫാഷിസ്റ്റുകൾ, ഹിന്ദുത്വ ഭീകരർ കേരളത്തിൽ എന്താണ് പറഞ്ഞത്? ഇറച്ചി കഴിച്ചാൽ കുഴപ്പമുണ്ടെന്നാണോ പറഞ്ഞത്? അല്ല. ഇറച്ചി കഴിക്കുന്നവരെ തല്ലിക്കൊല്ലുമെന്നാണോ പറഞ്ഞത് കേരളത്തിൽ? അല്ല. അവർ അതിനെപ്പറ്റി ഒന്നും മിണ്ടിയില്ല എന്നുള്ളതാണ്. പോത്തിറച്ചിയൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, ബീഫ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിനെ ഉള്ളിക്കറി എന്ന് വിളിക്കണം എന്നൊരു ഭാഷാന്തരം അവർ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ബീഫ് കഴിക്കുന്നു എന്ന് പറയരുത്, ഉള്ളിക്കറി കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു വയ്ക്കാൻ കാരണം? അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഒരാൾ, വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം പറഞ്ഞു, ഞാൻ പശുവിറച്ചിയൊക്കെ കഴിക്കും, നല്ല രുചിയുള്ള ഭക്ഷണമല്ലേ, എങ്ങനെ കഴിക്കാതിരിക്കുക എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനെ തല്ലിക്കൊല്ലാൻ പറ്റുമോ? തല്ലിക്കൊന്നിട്ട് രണ്ട് കാലിൽ ഏതെങ്കിലും RSSകാരന് കേരളത്തിൽ കൂടെ നടക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതാണ് അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെത്തിയപ്പോൾ പശുവിറച്ചി കഴിച്ചാൽ കുഴപ്പമില്ല, കഴിക്കുകയാണെങ്കിൽ അതിനെ ഉള്ളിക്കറി എന്ന് വിളിച്ചാൽ മതി, എന്തായാലും പശുവിറച്ചി കഴിക്കുന്നതിൻ്റെ പേരിൽ ആരെയും തല്ലിക്കൊല്ലാനൊന്നും ഞങ്ങളില്ല എന്നുള്ളൊരു നിലപാട്. അപ്പോൾ ഇവർക്ക് ഓരോ സംസ്ഥാനത്തും ഓരോ അച്ഛനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് നമുക്ക് രാഷ്ട്രപിതാവ് ഒരാളേ ഉള്ളൂ, മഹാത്മാഗാന്ധി മാത്രമേ ഉള്ളൂ. ആ മഹാത്മാഗാന്ധി യഥാർത്ഥ ഹിന്ദു ആരാണ് എന്ന് വ്യക്തമാക്കി ജീവിച്ചൊരു മനുഷ്യനാണ്. ലോകം മുഴുവൻ അദ്ദേഹത്തെ ഉറ്റുനോക്കി. ആൽബർട്ട് ഐൻസ്റ്റീൻ, ബർണാഡ് ഷാ, ബർട്രാൻഡ് റസ്സൽ, ലോകത്തിലുള്ള അക്കാലത്ത് ജീവിച്ച എല്ലാ മഹാത്മാക്കളും, റോമൻ റോളാൻ, എല്ലാവരും ഗാന്ധിജിയെ സ്തുതിച്ചു, ഗാന്ധിജിയെ ആദരിച്ചു. ഗാന്ധിജിയെക്കുറിച്ച് ഒരു മോശം വാക്ക് പറഞ്ഞ ഒരാളുടെ പേര്, ലോകശ്രദ്ധേയനായ ഒരാളുടെ പേര് അന്ന് വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് മാത്രമാണ്. അല്ലേ, വിൻസ്റ്റൺ ചർച്ചിൽ മാത്രമാണ് ഗാന്ധിജിയെക്കുറിച്ച് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് പറഞ്ഞത്. അതെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് മുഴുവൻ തുണി കൊടുക്കാത്ത ഒരു തെണ്ടി എന്നാണ് അതിൻ്റെ പച്ച മലയാളം. പറഞ്ഞത് അദ്ദേഹം മാത്രമാണ്. അതിന് രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിച്ചു. ആ ബഹുമാനിച്ച പോലെ തന്നെ ലോകം മുഴുവൻ ബഹുമാനിച്ച ഒരു ജൂതൻ്റെ പേര്, ഇവിടെ കാറൽ മാർക്സ് ഉണ്ട്, ഞാൻ കാറൽ മാർക്സിനെ പറ്റി പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ആവേശം കൂടി വരും. അതുകൊണ്ട് ഞാൻ മാർക്സിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. ലോകം മുഴുവൻ ആദരിക്കുന്ന, എന്നാൽ ജൂതനാണ് താൻ എന്നുള്ള ഒരു അഭിമാനബോധവും ജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിലും, ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിൽ ഒഴിച്ച് കാണിക്കാതിരുന്നിട്ടുള്ള ഒരു മനുഷ്യൻ്റെ പേരാണ് കാറൽ മാർക്സ് എന്ന് പറയുന്നത്. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് ഒരു വലിയ ജൂതനായിരുന്നു. ലോകത്ത് അദ്ദേഹത്തെയും ഗാന്ധിജിയെപ്പോലെ തന്നെയാണ് മനുഷ്യരൊക്കെ ബഹുമാനിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ ഒരു ബഹുമാനം ഉണ്ടാവും. ഈ രണ്ട് വ്യക്തിത്വങ്ങൾ, അതായത് യഥാർത്ഥ ഹിന്ദുവാഴാണ് എന്ന് ജീവിച്ച് തെളിയിച്ച ഗാന്ധിജി, അതുപോലെ ഒരു ജൂത വംശജനായിട്ടുള്ള, ജൂതമതസ്ഥനായിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ശാസ്ത്ര പ്രതിഭയും ഇസ്രായേലിനെയും ഇന്നത്തെ ഹിന്ദുരാഷ്ട്രവാദ ഭീകരതയുടെ
പ്രതിനിധിയായിട്ട് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെയും ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയെയും ബഹുമാനിക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കാൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ അംഗീകരിക്കുമോ ഇന്നത്തെ നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയത്തെ? മഹാത്മാഗാന്ധി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അംഗീകരിക്കുമോ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം? അല്ലാതെ ഇപ്പോൾ ഇന്നിപ്പോൾ നിലനിൽക്കുന്ന ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ പറ്റിയിട്ടൊന്നും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. കോൺഗ്രസ്സുകാർ അംഗീകരിക്കുമോ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം? പേരിൽ പത്മജിയുണ്ട്, പത്മമുണ്ട് എന്ന് കരുതി ആരെങ്കിലും പത്മം പിടിക്കാൻ പോകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നത്തെ പ്രധാന 2 ദിവസമായിട്ട് നമ്മുടെ പ്രധാന ചർച്ചാ വിഷയം അതാണ്. പത്മജ പത്മം പിടിച്ചു എന്നുള്ളത്. അപ്പോൾ ഇവരെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു എന്താ പറയുക, വിധി നിർണായകമായ ഒരു പ്രസ്താവനയും നടത്താൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ്, ഗാന്ധിജി ഇന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഈ ഹിന്ദുരാഷ്ട്രവാദ രാഷ്ട്രീയത്തെയോ അതിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി പദവിയിൽ ഇരിക്കുന്നവരും അല്ലാത്തവരുമായവരെയോ അംഗീകരിക്കാൻ പോകുന്നില്ല. ഞാൻ വേറൊരു കാര്യം പറയും. ഇപ്പോൾ നമ്മൾ 55 ദിവസമായി ഇവിടെ പലസ്തീന് വേണ്ടി ഐക്യദാർഢ്യ സദസ്സ് നടത്തും. മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന ഒരു സമയത്താണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് എന്ന് വയ്ക്കുക. അത് പുനർനിർമ്മിക്കുന്നത് വരെ അദ്ദേഹം അയോധ്യയിൽ നിരാഹാരം ഇരിക്കുകയായിരുന്നു. അതാണ് കോൺഗ്രസിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. അതാണ് കോൺഗ്രസിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ ഒരാൾ പള്ളി പൊളിച്ച് രാമക്ഷേത്രം പണിയുമ്പോൾ ഇപ്പുറത്ത് ഹനുമാൻ ചാലിസ ചൊല്ലലല്ല കോൺഗ്രസിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. അത് ആരാണ് ചൊല്ലിയത് എന്നുള്ള കാര്യമൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഹനുമാൻ ചാലിസയോടൊക്കെ എനിക്ക് ബഹുമാനമാണ്, രാമായണത്തോടും എനിക്ക് ബഹുമാനമാണ്. എൻ്റെ കയ്യിൽ എല്ലാ രാമായണങ്ങളും ഉണ്ട്. ഇപ്പം എൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് CMA റഷീദ് എന്നാണ്. അദ്ദേഹത്തിന് അറിയാം എൻ്റെ ലൈബ്രറിയിൽ ഏതൊക്കെ പുസ്തകങ്ങളുണ്ട് എന്നുള്ളത്. ഈ പുസ്തകങ്ങൾ വെറുതെ കാണാൻ വെച്ചിരിക്കുന്നതല്ല. നിങ്ങളതിലെ ഓരോ പുസ്തകം എടുത്ത് നോക്കിയാലും അതിൽ ഞാൻ വായിച്ചിട്ടുള്ളതും മാർക്ക് ചെയ്തിട്ടുള്ളതും കാണാൻ പറ്റും. അതുകൊണ്ട് ആ പുസ്തകം എനിക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ കയ്യിലുള്ള വാൽമീകി രാമായണത്തിന് പകരം പുതിയൊരു എഡിഷൻ നിങ്ങളുടെ ഔദാര്യം കൊണ്ട് സ്വാമി ഇത് കയ്യിൽ വെച്ചോളൂ, എനിക്കത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തരില്ല. എന്താ കാരണം? ഞാൻ മനസ്സുകൊണ്ട് ഓരോ ചിന്തകളാൽ അടയാളപ്പെടുത്തി വെച്ച ഭാഗങ്ങളുള്ള രാമായണം എനിക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. ഇനി നിങ്ങൾ തരുന്ന രാമായണത്തിൽ ഞാനത് അടയാളപ്പെടുത്തണമെങ്കിൽ വീണ്ടും വായിക്കണം, വേണ്ടേ? അതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് തരാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഗാന്ധിജി അംഗീകരിക്കാത്ത ഒരു ഹിന്ദു രാഷ്ട്രവാദം, ആൽബർട്ട് ഐൻസ്റ്റീൻ അംഗീകരിക്കാത്ത ഒരു ജൂതരാഷ്ട്രവാദം, ഇവർ തമ്മിൽ എന്താണ്? ബായിയാണ്. ആര്? ജൂതരാഷ്ട്രവാദികളും ഹിന്ദു രാഷ്ട്രവാദികളും തമ്മിൽ ബായി. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊന്നുമല്ല നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് പറയാൻ കേൾക്കുന്നൊരു മനസ്സൊന്നുമല്ല പൊതുവെ ഇപ്പോൾ ചരിത്രം മറന്നുകൊണ്ടിരിക്കുന്ന, ചരിത്രബോധമില്ലാത്ത ഒരു പുതുതലമുറയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ചരിത്രബോധമില്ലാത്ത തലമുറ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കുക അത് ക്ലാസ് നടക്കാത്തതുകൊണ്ടാണ്, MV ഗോവിന്ദൻ ക്ലാസ് എടുക്കാത്തതുകൊണ്ടാണ് ചരിത്രബോധമില്ലാത്ത ഒരു പുതുതലമുറ ഇവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഹുസൈൻ രണ്ടത്താണി ശരിക്ക് പിള്ളേരെ ചരിത്രം പഠിപ്പിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ചരിത്രബോധമില്ലാത്ത ഒരു പുതുതലമുറ ഉണ്ടാവുന്നത്. ചരിത്രബോധമില്ലാത്ത പുതുതലമുറ ഉണ്ടാവാൻ അതൊന്നുമല്ല കാരണം. ചരിത്രബോധമില്ലാത്ത പുതുതലമുറ ഉണ്ടാവാൻ കാരണം ഇതാണ്. നിങ്ങൾ വിചാരിക്കുക ഇത് ഭയങ്കര വിജ്ഞാന നിധിയാണ്, എന്ത് കാര്യവും ഇതിൽ കൂടെ നമുക്ക് തപ്പിയെടുക്കാമല്ലോ. ശരിയാണ്, ഇതുകൊണ്ട് ഒരാളെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അയാളുടെ പേര് C. രവിചന്ദ്രൻ എന്നാണ്. ഇന്ന് U. കലാനാഥൻ മാഷ് മരിച്ചുപോയി. അദ്ദേഹത്തെ പോലെ ഒരാളെ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഇതുകൊണ്ട് C. രവിചന്ദ്രനെ പോലെ ഒരാളെ ഉണ്ടാക്കാൻ പറ്റും. കാരണം C. രവിചന്ദ്രൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ ലാപ്ടോപ്പ് ഒന്ന് മാറ്റുക,
അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് ലാപ്ടോപ്പ് ഒന്ന് എടുത്ത് മാറ്റിയിട്ട് പ്രസംഗിക്കാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെങ്കിസ് ഖാൻ മുസ്ലിമാവും. കാരണം പേരിൽ ഖാൻ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അയാൾ മുസ്ലിം ആയിരിക്കണം എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ഈ മൊബൈൽ നമ്മളുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു മൊബൈലിൽ എത്ര റീൽസ് വരും, എത്ര പ്രസംഗങ്ങളുടെ വെട്ടിയൊതുക്കി പരുവപ്പെടുത്തിയ ക്ലിപ്പിങ്ങുകൾ വരും, എത്ര ടെക്സ്റ്റ് മെസ്സേജുകൾ വരും. നിങ്ങൾ ഇതിൽ കൂടെയൊക്കെ കണ്ണോടിച്ച് പോയി നിൽക്കുക. വല്ലതും ഓർമ്മയിൽ നിൽക്കും, വല്ലതും ഓർമ്മയിൽ നിൽക്കുമോ? ഓർമ്മയിൽ നിൽക്കില്ല. കാരണം ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മയിലേക്ക് ഒരു കാര്യം, ഒരു വിവരം സ്വാംശീകരിക്കപ്പെടണമെങ്കിൽ ഒരു സമയം ആവശ്യമാണ്. ഞാനിപ്പോൾ കഴിച്ച ഭക്ഷണം എൻ്റെ ആരോഗ്യമായിട്ട് മാറണമെങ്കിൽ ഒരു സമയം വേണ്ടേ? ഇതുപോലെ തന്നെയാണ് വിവരങ്ങൾ. ഈ സമയം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വിവര വിപ്ലവത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ വിവര വിപ്ലവം വളരെ കരുതിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഒരു വിവരവുമില്ലാത്ത മനുഷ്യരെയാണ് പറ്റിക്കാൻ എളുപ്പം എന്ന് മനസ്സിലാക്കിയ ആളുകൾ നിങ്ങളുടെ വിവരശേഖരണ താല്പര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഉപായത്തിൻ്റെ പേരാണ് എന്ത്? ഈ മൊബൈൽ, ഗൂഗിൾ എന്നൊക്കെ പറയും. ഞാനിതൊക്കെ പറയുമ്പോൾ സ്വാമി ഏതോ ഒരു ഫണ്ടമെൻ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു മത മേലധ്യക്ഷൻ്റെ ഭാഷയിൽ സംസാരിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിക്കും. ഞാൻ ഈ മൊബൈൽ കൈപിടിച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നത്. കാരണം എനിക്ക് ഫോൺ വിളിക്കാനൊക്കെ ഇത് വേണം, ഇപ്പോഴത്തെ സൗകര്യമാണത്. പക്ഷേ ഓരോ മൊബൈലിലും നിങ്ങൾ എത്ര സമയം അത് ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഒരു കണക്ക് കാണിക്കും. അങ്ങനെ നോക്കുന്ന പക്ഷം എൻ്റെ മൊബൈലിൽ നിങ്ങൾ നോക്കിയാൽ മാക്സിമം ഒരു മണിക്കൂർ 56 മിനിറ്റൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഒരു സിനിമ കാണുന്ന സമയം. ബാക്കി മുഴുവൻ സമയം ഞാൻ പുസ്തകങ്ങളുടെ ഇടയിലാണ്. കാരണം ഞാൻ വായിക്കുമ്പോൾ ഇപ്പോൾ 3 ദിവസമായിട്ട് ഞാൻ ഭഗവത്ഗീതയിലെ 2 ശ്ലോകം വായിച്ച് നിർത്തിയിരിക്കുകയാണ്. അതിലെ 3 ആളുകളുടെ വ്യാഖ്യാനവും വായിച്ചു നോക്കി. ഞാൻ അവിടെ നിർത്തിയിരിക്കുകയാണ്. ആകെ 2 പേജ്. ഞാൻ വലിയ വായനക്കാരനാണ്, പക്ഷേ 2 പേജാണ് ഈ 3 ദിവസങ്ങളായിട്ട് ഞാൻ വായിച്ചത്. കാരണം അതിൻ്റെ ഒരു ചിന്താ പ്രശ്നം എൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അത് പരിഹരിക്കപ്പെടുന്നത് വരെ ഞാൻ വായിക്കില്ല. അതായത് സമയം വേണമെന്നാണ് അർത്ഥം. നമ്മുടെ ഉള്ളിലേക്ക് ഒരു കാര്യം സ്വാംശീകരിക്കപ്പെടണമെങ്കിൽ നമുക്ക് സമയം വേണം. മസ്തിഷ്കത്തിന് സമയം അനുവദിക്കണം. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായി വേലൂർ മഠത്തിൽ പോയി പഠിച്ച് അവസാനം ശ്രീരാമകൃഷ്ണ വിവേകാനന്ദ പ്രസ്ഥാനങ്ങളുടെ അന്തർദേശീയ അധ്യക്ഷനായി. ഈ അടുത്ത കാലത്ത് അദ്ദേഹം സമാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ പ്രയോഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗീതാവ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഇപ്പോഴത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ എല്ലാവരും ഗീതാ പൂജകരാണ്, ഗീതാ ചിന്തകരല്ല. എന്താണ്? ഗീത പീഠത്തിൽ വെച്ച് പൂജിക്കും. ഇപ്പം പാല് പീഠത്തിൽ വെച്ച് പൂജിച്ചാൽ എന്തെങ്കിലും അതിൻ്റെ സത്ത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും? ഇല്ല. അതുപോലെ പുസ്തകം പീഠത്തിൽ വെച്ച് പൂജിച്ചാലും ഉള്ളിലേക്കൊന്നും പ്രവേശിക്കില്ല. പുസ്തകം വായിക്കണം, അതിനെപ്പറ്റി ചിന്തിക്കണം. ആ ചിന്തിക്കാനൊരു സമയം ഉണ്ടാവണം. ആ സമയമാണ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നത്. അങ്ങനെയാണ് ചരിത്രബോധമില്ലാത്ത കുട്ടികൾ ഉണ്ടാവും. ഈ ചരിത്രബോധമില്ലാത്ത കുട്ടികളെ ഫാഷിസ്റ്റ് വൽക്കരിക്കാൻ എളുപ്പമാണ്. ഞാൻ അതിലേക്ക് വരാനാണ് ഇത് പറഞ്ഞത്. ചരിത്രബോധമില്ലാത്ത കുട്ടികളെ എങ്ങനെയാണ് ഫാഷിസ്റ്റ് വൽക്കരിക്കുക? വളരെ എളുപ്പമാണ്.
നാളെ എന്നോടൊരു കുട്ടി ചോദിക്കുകയാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. അയാൾ പറഞ്ഞു, സ്വാമിയുടെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. അപ്പം ആളുടെ മുത്തച്ഛനും അമ്മയൊക്കെ എൻ്റെ ഗുരുകുലത്തിൽ വരുന്ന ആളുകളാണ്. അപ്പോൾ എന്താ മോനെ പ്രസംഗം കേട്ടിട്ട് തോന്നുന്നു? സ്വാമി എന്താണ് ഈ പറയുന്നത്? ബാബറി മസ്ജിദ് പൊളിച്ചത് തെറ്റാന്ന് സ്വാമി പറയും. അപ്പോൾ അവർ എങ്ങനെയാണ് പള്ളി പണിതത്? അമ്പലം പൊളിച്ചിട്ടല്ലേ. അപ്പോൾ അവരമ്പലം പൊളിച്ചത് തെറ്റാണെന്ന് പറയാതെ സ്വാമി എന്തിനാണ് ബാബറി മസ്ജിദ് പൊളിച്ചത് തെറ്റാണെന്ന് പറയുന്നത്? അതായത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ലോജിക്ക് ചരിത്രബോധമില്ലാത്ത കുഞ്ഞു ഹൃദയങ്ങളിലേക്ക് ഇത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോനെ, ഒരു 50 കൊല്ലം മുമ്പ് 100 കൊല്ലം മുമ്പ്, തെറ്റിദ്ധരിക്കരുത്, ആർക്കെങ്കിലും വിഷമം ഉണ്ടാകുമെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ് മുൻകൂറായിട്ട് ഇനി പറയുന്ന കാര്യം. ഒരു 100 കൊല്ലം മുമ്പ് ഇവിടെ പറയ, പുലയ, ഈഴവ, നായർ സഹോദരിമാരെ, ക്ഷത്രിയ, നമ്പൂതിരി, ആഢ്യ, അധികാരി വർഗത്തിൽപ്പെട്ട ആണുങ്ങൾ ബലം പ്രയോഗിച്ചും അല്ലാതെയും ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അഥവാ ബലാത്സംഗം ചെയ്യും. ഈ ബലാത്സംഗം അന്ന് ചെയ്തു എന്നുള്ളതിന് ഇന്ന് പറയരും പുലയരും ഈഴവരും ശൂദ്രരും അഥവാ നായന്മാരുമായിട്ടുള്ള ആളുകൾ നമ്പൂതിരി ഇല്ലങ്ങളിലെയും അതുപോലെ ക്ഷത്രിയ ഗ്രഹങ്ങളിലെയും കോവിലക തമ്പുരാട്ടിമാരെയൊക്കെ കയറി ബലാത്സംഗം ചെയ്താൽ അത് അന്ന് നിങ്ങൾ ഞങ്ങളുടെ മുത്തശ്ശിയുടെ മുത്തശ്ശിയെ ബലാത്സംഗം ചെയ്തതിന് പകരമാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? ഒരു കുട്ടിയോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് ചോദിച്ചത് എന്ന് എനിക്കറിയാം. പക്ഷേ ആ കുട്ടിക്ക് കാര്യം മനസ്സിലാവണമെങ്കിൽ അതേ ഭാഷയിൽ ചോദിച്ചാലേ മനസ്സിലാവൂ. അപ്പോൾ കുട്ടി പറഞ്ഞാൽ അത് ശരിയാണ്, അത് ശരിയാണ്. അപ്പം അന്ന് ചെയ്ത ഒരു തെറ്റിന് ഇന്നല്ല പ്രതികാരം ചെയ്യണം. ഇനിയിപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തു എന്നുള്ളൊരു തെളിവൊന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യമാണ്. അങ്ങനെ ഒരു അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി അവിടെ പണിതത് എന്നതിന് ചരിത്രപരമായി പുരാവസ്തുപരമായിട്ട് തെളിവുകളുണ്ട് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും സമ്മതം നൽകിയിട്ടില്ല. ഞാൻ ആ അയോധ്യ വെർഡിക്റ്റ് മുഴുവൻ വായിച്ചൊരാൾ എന്നുള്ള മുഴുവൻ ഉത്തരവാദിത്വത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഈ കുട്ടിയെ എങ്ങനെയാണ് അമ്പലം പൊളിച്ചിട്ടല്ലേ പള്ളി പണിത്, അപ്പോൾ പിന്നെ പള്ളി പൊളിച്ചാൽ എന്താണെന്ന് ചിന്തിപ്പിച്ചത് എങ്ങനെയാണ്? ചരിത്രബോധമില്ലാത്ത കുട്ടി വളർന്നു വരുന്നത് കൊണ്ടാണ്. അതുപോലെ നാരായണ ഗുരുവിനെ കുറിച്ചിട്ട് ഇവിടെ പ്രചരിപ്പിക്കുന്നത്, നാരായണ ഗുരു ഒരു മുഷടനായ ഒരു കാർന്നവരുടെ പോലെ അത്ര കുട്ടികളുടെ ഇടപെടാൻ കൊള്ളില്ല. പിന്നെ ആരെയാണ് നല്ലത്? ചിരിക്കുന്ന സ്വാമിമാരും സ്വാമിനിമാരും അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, ആൾ ദൈവങ്ങളായിട്ട്. അവരാണ് നല്ലവർ. നാരായണ ഗുരു ആരെങ്കിലും കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. നാരായണ ഗുരു രഹസ്യമായിട്ടും പരസ്യമായിട്ടും ആരെയും കെട്ടിപ്പിടിച്ചിട്ടില്ല, അത് ശരിയാണ്. ഒരു പെണ്ണിനെയും ഒരാണിനെയും കെട്ടിപ്പിടിച്ചിട്ടില്ല. രാഷ്ട്രീയക്കാരെ തീരെ കെട്ടിപ്പിടിച്ചിട്ടില്ല. മഹാത്മാഗാന്ധി ഉൾപ്പെടെ അദ്ദേഹം കെട്ടിപ്പിടിച്ചിട്ടില്ല. പക്ഷേ നാരായണ ഗുരു എല്ലാ മനുഷ്യരെയും കെട്ടിപ്പിടിക്കാവുന്ന ഒരു വലിയ ബോധതലം നമ്മുടെ കേരളത്തിലെ ഓരോ മനുഷ്യനിലേക്കും നൽകിയത് കൊണ്ടാണ് നമ്മളിവിടെ ഇരുന്ന് ഈ വിഷയം ഇപ്പോൾ ഇത്ര ധൈര്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതേ വിഷയം ഒന്ന് ഉത്തരവേദിയിൽ ഇതുപോലെ ചർച്ച ചെയ്യാൻ പറ്റുമോ? ഇത്ര പരസ്യമായിട്ട് പറ്റില്ല.
കേരളത്തിൽ ഒരുപാട് കുറ്റുണ്ടെന്നേ. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം പിണറായി വിജയനാണെന്ന് നിങ്ങൾ പറഞ്ഞോ? എനിക്ക് വിരോധമൊന്നുമില്ല. പിണറായി വിജയൻ ഇല്ലാത്ത കേരളം ഗംഭീര കേരളവും പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കെ സുധാകരൻ മതി നമുക്ക് എന്നൊക്കെ പറഞ്ഞോ. എന്നിട്ട് നല്ല സംസ്കാരമാണ്, ഭയങ്കര ജനാധിപത്യവാദിയാണ്. ആര്? നമ്മുടെ കെ സുധാകരൻ. അതൊക്കെ നിങ്ങൾ പറഞ്ഞോ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിലല്ലാതെ എവിടെ ഇരുന്നാണ് പിണറായി വിജയനാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടുന്ന് സുഖമായിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പറ്റുന്ന സ്ഥലമുള്ളത്?